വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂർ രാമൻകുത്തിൽ വീട് കുത്തി തുറന്ന് മോഷണം. സംഭവത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി വാക്കയിൽ അക്ബർ എന്ന 56-കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വണ്ടൂർ ഉപജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വായ്പാ വിതരണം സംഘടിപ്പിച്ചു. തിരുവാലി പഞ്ചായത്ത് തല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനങ്ങളിൽ ആഹ്ലാദം. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രകടനം സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുവാൻ UDF സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധം. CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. നിലമ്പൂർ രാമൻകുത്തിൽ വീട് കുത്തി തുറന്ന പണവും സ്വർണ്ണാഭരണവും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി. കുപ്രസിദ്ധ മോഷ്ടാവായ വഴിക്കടവ് പൂവത്തിപ്പൊയിൽ വാക്കയിൽ അക്ബർ എന്ന 56-കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ മേലാറ്റൂരിൽ നിന്നുമാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത്. നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനു BS നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 5 രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. രാമംകുത്ത് സ്വദേശിനി അക്കരെ പീടിക റുഖിയയുടെ വീടിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ പ്രതി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയും കവർച്ച ചെയ്തു. റുഖിയ, മകൻ നാസർ, ഭാര്യ ഷിഫാന, മക്കൾ എന്നിവരാണ് വീട്ടിൽ താമസം. നാസർ മൈസൂരിലേക്ക് പോയതിനാൽ റുഖിയ ഉൾപ്പെടെ എല്ലാവരും രാത്രി 9:45 വീട് പൂട്ടി തൊട്ടടുത്തുള്ള മകളുടെ വീട്ടിലേക്ക് പോയി. രാവിലെ 6 തിരിച്ചെത്തി നോക്കുമ്പോഴാണ് പൂട്ടിയ കിടപ്പുമുറി ഉൾപ്പെടെ തുറന്നു കിടക്കുന്നതായി കണ്ടത്. അലമാര കുത്തി തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. അയൽ വീട്ടിൽ നിന്നും എടുത്ത ഇരുമ്പ് പാര ഉപയോഗിച്ച് പൂട്ട് പൊളിച്ച് അടുക്കള വാതിൽ തുറന്നാണ് പ്രതി അകത്തു കയറിയത്. നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസന്വേഷണം നടത്തിയിരുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മേലാറ്റൂർ ഭാഗത്ത് താമസിച്ചു വരുന്നുണ്ട് എന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലാകുന്നത്. മുൻപ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു മോഷണ കേസിലെ പ്രതിയോടൊപ്പമായിരുന്നു അക്ബർ മേലാറ്റൂരിൽ താമസിച്ചു വന്നിരുന്നത്. പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മോഷണ മുതലുകൾ വിറ്റ് ഗോവയിലും മറ്റും ആഡംബര ജീവിതം നയിക്കുന്ന പ്രതി കഴിഞ്ഞ തവണ നേപ്പാളിൽ വരെ കൂട്ടുപ്രതികളോടൊപ്പം ഉല്ലാസയാത്ര നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അക്ബർ കഴിഞ്ഞ മെയ് മാസമാണ് ജയിൽ മോചിതനായത്. രാത്രികാലത്ത് ട്രെയിനിൽ എത്തി ആൾ താമസമില്ലാത്ത വീടുകളിൽ മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. SI രതീഷ്, ASI സുനിത, CPO അനസ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സാബിർ അലി, P സജീഷ്, സജേഷ് CK, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വണ്ടൂർ ഉപജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായ്പാ വിതരണത്തിന്റെ തിരുവാലി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു.
കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടങ്ങൾക്ക് അംഗങ്ങൾക്കായി അനുവദിച്ച വായ്പകളുടെ വിതരണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. നമ്മുടെ ഈ വേദി ധന്യമാക്കുകയാണ്. അദ്ദേഹം വലിയ കൈയടികളോടെ നമുക്ക് എല്ലാവർക്കും തിരിച്ചടിക്കുന്നത് കഴിഞ്ഞാൽ പലിശയുടെ പലിശയായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ മുന്നിൽ വന്ന പ്രയാസവും സങ്കടവും പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഇവിടുത്തെ ഈ വായ്പയുടെ പ്രത്യേകത അത്രയധികം പലിശയില്ല, വളരെ കുറഞ്ഞ പലിശ. സബ്സിഡി കൂടി വരികയാണെങ്കിൽ അത് പലിശ രഹിത വായ്പ പോലെ അത് മാറാൻ സാധ്യതയുണ്ട്. ഇനി പലിശ ഉണ്ടെങ്കിൽ തന്നെ ഒരു വർഷം വരുന്നത് ഏതാണ്ട് 6000 രൂപയാണ് പലിശ. അത് അടയ്ക്കുന്നതോറും കുറയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത്രയും സൗകര്യത്തോടു കൂടി ഇവിടെ 1 ലക്ഷം മുതൽ 1,30,000 രൂപ വരെ നിങ്ങൾക്ക് ലോൺ ഇവിടെ ലഭ്യമാവുകയാണ്. അത് നിങ്ങളുടെ ഏത് രീതിയിലാണ് അത് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. തിരിച്ചടവ് ഉണ്ട് എന്നുള്ള എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഏതായാലും ഈ ബാങ്ക് ഇത്രയും പലിശരഹിത വായ്പ പോലെ തന്നെ ഇത് നൽകുന്നു എന്നുള്ളത്, കോർപ്പറേഷൻ നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വവും സ്വയം തൊഴിൽ സംരംഭങ്ങളും മെച്ചപ്പെടുത്തുവാൻ ഇത്തരം പദ്ധതികൾ വലിയ പങ്കുവഹിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സണുമായുള്ള കരാർ കൈമാറ്റം തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സൗമ്യ വിനീത്, P പ്രണീഷ്, സജ്ന മന്നിയിൽ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത കുതിരാടത്ത്, പഞ്ചായത്ത് അംഗം ശശി പുതുക്കോടൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇബ്നു കദീർ, M അബ്ദുൾ അസീസ്, M മോഹൻദാസ്, KP നാരായണൻ, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ, കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വണ്ടൂർ ശാഖാ ജില്ലാ മാനേജർ V ലത തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂർ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ബജറ്റിൽ ഫണ്ട് അനുവദിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ വണ്ടൂർ മേഖലയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വണ്ടൂർ കൂരിക്കുണ്ട് പൂളിക്കൽ നിലമ്പൂർ ബൈപ്പാസ് റോഡിനും വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിനുമായി 5 കോടി രൂപ വീതമാണ് സർക്കാർ അനുവദിച്ചത്. 10 പദ്ധതികൾക്ക് തുക വകയിരുത്തിയതിൽ UDF വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദം പ്രകടിപ്പിച്ച് വണ്ടൂർ ടൗണിൽ പ്രകടനം സംഘടിപ്പിച്ചു. വണ്ടൂർ നിവാസികളുടെ ദീർഘനാളത്തെ ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ ബജറ്റിൽ തുക അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത്. വണ്ടൂർ കൂരിക്കുണ്ട് പുളിക്കൽ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനായി 5 കോടി രൂപയും വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിനായി 5 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയത്. വികസന പദ്ധതികൾക്ക് പച്ചക്കൊടി കാണിച്ച് UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചായിരുന്നു വണ്ടൂർ ടൗണിൽ UDF പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാകുന്ന ബൈപ്പാസ് റോഡിന്റെയും റെയിൽവേ മേൽപ്പാലത്തിന്റെയും വലിയ പ്രഖ്യാപനത്തെ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ ഏറ്റെടുത്തത്. ടൗണിൽ നടന്ന പ്രകടനത്തിന് UDF നേതാക്കളായ TP ഗോപാലകൃഷ്ണൻ, PT ജബീബ് സുക്കീർ, സലാം എമങ്ങാട്, കാപ്പിൽ മുരളി, ഷൈജൽ എടപ്പറ്റ, ഷെരീഫ് തുറക്കൽ, MK നാസർ, വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, KT നൂറുൽ ഹസൻ, P ഖാലിദ്, CT ചെറി, M മുരളീധരൻ, VM നാണി, ബാബു മണി, C രവിദാസ്, C മുത്തു, ബൈജു ചെമ്പ്ര എന്നിവർ നേതൃത്വം നൽകി.
നിലമ്പൂരിൽ ആംബുലൻസിൽ കഞ്ചാവ് കടത്ത് എന്ന വാർത്ത ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി ഈ ആംബുലൻസിന്റെ ഡ്രൈവർ രംഗത്ത് എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ സ്വദേശി ഷാജഹാനാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് വ്യാജമായി നിർമ്മിച്ച ഒരു വാർത്തയാണെന്നും യഥാർത്ഥ സംഭവം ഇതല്ലെന്നും തന്നെയും കുടുംബത്തെയും മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നും ഈ ആംബുലൻസിന്റെ ഡ്രൈവർ ഷാജഹാൻ പാത്തിപ്പാറ പറയുന്നുണ്ട്. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമ സംഗമം വിളിച്ചുകൊണ്ടാണ് ഷാജഹാൻ പാത്തിപ്പാറ ഇക്കാര്യങ്ങൾ പറയുന്നത്. യഥാർത്ഥ സംഭവം ഇതല്ലെന്നും ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയിട്ടില്ലെന്നും ഇതൊരു വ്യാജമായ നിർമ്മിതിയാണെന്നും ഇത്തരത്തിൽ വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഷാജഹാൻ പാത്തിപ്പാറ പറഞ്ഞു. ഇക്കാര്യത്തിൽ നിലമ്പൂർ പോലീസിനും സൈബർ സെല്ലിനും അടക്കം പരാതി നൽകിക്കൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ആംബുലൻസിന്റെ ഡ്രൈവർ. തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആംബുലൻസ് ദിവസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ കോവിലകത്തുമുറി സ്വദേശിയായ ശ്യാം സുന്ദർ എന്നയാൾക്ക് കൈമാറിയിരുന്നു. എന്നാൽ വാഹനത്തിന്റെ RC ഇപ്പോഴും തന്റെ പേരിലാണെന്ന് ഷാജഹാൻ പറഞ്ഞു. ആംബുലൻസിൽ ഒരു കൽവിളക്ക് രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ വാഹനം തടയുകയും പോലീസ് സ്ഥലത്തെത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. കൽവിളക്ക് കൊണ്ടുവന്നതിന് നിയമപ്രകാരമുള്ള 3000 രൂപ പിഴ അടച്ച ശേഷം വാഹനം വിട്ടു നൽകി. പിന്നീട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വാഹനം സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും എല്ലാ നിയമ നടപടികളും പാലിച്ചിരുന്നതിനാൽ വാഹനം തിരിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ആംബുലൻസിൽ വ്യാപകമായി കഞ്ചാവ് കടത്തുന്നുവെന്ന തരത്തിൽ വീഡിയോയും സന്ദേശങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതായി ഷാജഹാൻ പറയുന്നു. ഷൊർണൂർ സ്വദേശിയായ ഒരാളാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നീട് നിരവധി പേർ ഇത് പോസ്റ്റ് ചെയ്തു. ഇത് തനിക്ക് മാത്രമല്ല മറ്റ് ആംബുലൻസ് ഡ്രൈവർമാർക്കും അപകീർത്തിയുണ്ടാക്കിയതായും ഷാജഹാൻ പാത്തിപ്പാറ പറയുന്നു. സംഭവത്തിൽ സൈബർ സെല്ലിലും നിലമ്പൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിച്ചവർക്കും ഇത് ഷെയർ ചെയ്തവർക്കുമെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഷാജഹാൻ പാത്തിപ്പാറ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനാണ് തീരുമാനമായിട്ടുള്ളത്. അതിലിപ്പോൾ ചെയ്തൊരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവുന്നതായിട്ട് നമ്മളത് വക്കീൽ മുഖാന്തരം മുന്നോട്ട് പോകും. വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ മാനനഷ്ടത്തിൽ നമ്മൾ മാനസികരായിട്ട് തളർത്തിയതിനെതിരെ അതിൻ്റെ കേസും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും. ഇതിൻ്റെ എല്ലാ പ്രൊസീജിയറും നിയമങ്ങളും വിട്ടു കഴിഞ്ഞ് വണ്ടി ഇപ്പോൾ പുറത്ത് ഇറക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെയാണ് ഇത് വീണ്ടും എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കഞ്ചാവ് ചാക്കുംപടി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് നിങ്ങളെല്ലാവരുടെയും മൊബൈലിൽ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാനിത് വണ്ടി വർഷാപ്പ് കൊണ്ടായിട്ട് കഞ്ചാവ് ഓടി വന്നവരുണ്ട്. അല്ല ഇത് കഞ്ചാവ് പിടിച്ചിട്ട് പിടിച്ച വണ്ടിയല്ലേ നോക്കുന്നത്. ഈ തെളിവർക്ക് കാണിച്ചപ്പോൾ ബോധ്യം. അപ്പൊ അവർ തന്നെ വിലയിരുത്തൽ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുണ്ട്. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംയുക്ത സംഘടനയായ സെറ്റോ വണ്ടൂരിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ടൗണിൽ പ്രകടനം സംഘടിപ്പിച്ചു. വണ്ടൂർ ടൗണിൽ നടന്ന ആഹ്ലാദ പ്രകടനം KPSTA നിർവാഹക സമിതി അംഗം P. സുബരാജ ഉദ്ഘാടനം ചെയ്തു. നിർവാഹക സമിതി അംഗം VP പ്രകാശ്, NGO അസോസിയേഷൻ നേതാക്കളായ MK അബ്ദുൾ മജീദ്, M പ്രഭാകരൻ, K വിനീഷ്, KPSTA ഉപജില്ലാ പ്രസിഡന്റ് PK ജിനേഷ് കുമാർ, TP അനീഷ്, M രാഗേഷ്, K ഷംസീർ, T അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങിവരാം. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ.
എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുവാൻ UDF സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി CPIM. വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വണ്ടൂർ അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടന യോഗം SFI ജില്ലാ പ്രസിഡന്റ് സുജിൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കുവാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുവാനുള്ള നീക്കമാണിതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ചടങ്ങിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം V. അർജുനൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, PK മുബഷീർ, E. ലിനീഷ്, J. ക്ലീറ്റസ്, M. മോഹൻദാസ്, C. ജയപ്രകാശ്, P. അരുൺ എന്നിവർ സംസാരിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കൗൺസിലിംഗിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ജോയിന്റ് ട്രഷറർ KT അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PT സിദ്ദീഖ്, E. വിപിൻ, ഉമ്മർ തുറക്കൽ, K. അബ്ദുൾ സുബ്ഹാൻ എന്നിവർ പങ്കെടുത്തു. ഈ വായനശാല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മാതൃകരമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായത് വണ്ടൂർ പഞ്ചായത്ത്
ചെയ്യുമെന്ന് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടി വണ്ടൂർ ഗേൾസിൽ ഷൂട്ടൌട്ട് മത്സരം നടത്തി. പെനാൽറ്റി ഷൂട്ടൌട്ട്, ഫ്ലാഷ് മോബ് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കുട്ടികൾക്ക് ആവേശകരമായ പരിപാടികൾ PTA പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായിട്ടുള്ള അതിലേറെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫുട്ബോൾ എന്ന വികാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫുട്ബോൾ ഒരു ലഹരിയായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ലഹരി തന്നെ നമുക്കൊരു വലിയൊരു ലഹരിയായി തന്നെ മാറട്ടെ. 1-ാം തരം മുതൽ 10-ാം തരം വരെയുള്ള കുട്ടികൾക്കായിരുന്നു മത്സരം. കുട്ടികൾ ഇഷ്ടമുള്ള ടീമുകളായി മാറിയതോടെ മൈതാനം പടക്കളമായി. അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ 4 ടീമുകളായാണ് കളത്തിലിറങ്ങിയത്. പിന്നീട് പെൺപടകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പഞ്ചായത്ത് അംഗം സി ടീച്ചറി സലീം, പ്രധാനാധ്യാപിക M അനീസ, അധ്യാപകരായ ഗഫൂർ, സുരേഷ്, K ബിജു, അബ്ദുൾ ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട പരിപാടി. കണ്ടുനിന്ന കുട്ടികളിലും ഫുട്ബോൾ ആവേശം നിറച്ചാണ് മത്സരങ്ങൾക്ക് സമാപനം കുറിച്ചത്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ രാമൻകുത്തിൽ വീട് കുത്തി തുറന്ന് മോഷണം. സംഭവത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. വഴിക്കടവ് പൂവത്തിപ്പോയിൽ സ്വദേശി വാക്കയിൽ അക്ബർ എന്ന 56-കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വണ്ടൂർ ഉപജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വായ്പാ വിതരണം സംഘടിപ്പിച്ചു. തിരുവാലി പഞ്ചായത്ത് തല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനങ്ങളിൽ ആഹ്ലാദം. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രകടനം സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുവാൻ UDF സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധം. CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16-ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,